കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. അതിനുള്ള മുന്നോട്ടങ്ങൾ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എസ്എഫ്ഐ ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരിങ്കുട്ടിയും ബാനറുകളും ഒക്കെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളും മുദ്രാവാക്യവുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജോഷില ചേരുന്നുണ്ട്. ജോഷില, വലിയ പ്രതിഷേധമാണ്. കരിങ്കൊടിയും കറുത്ത ബലൂണുകളും മറ്റും ഉയർത്തിക്കൊണ്ട് എസ്എഫ്ഐയുടെ പ്രവർത്തകർ കൂട്ടമായി അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സംഘം തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 1000-ലധികം വിദ്യാർത്ഥികൾ ഗവർണർ ഗോ ബാക്ക്, ചാൻസലർ ഗോ ബാക്ക് എന്ന് വിളിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഇവരെ തടഞ്ഞിരിക്കുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് തന്നെ ബാരിക്കേഡ് തീർത്തിട്ടുണ്ട് പോലീസ്. എല്ലാ പ്രൊട്ടക്ഷനും, ഗവർണർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും തീർത്തിട്ടുണ്ട്. അവിടേക്ക് മാർച്ചായാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന എസ്എഫ്ഐയുടെ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന മാർച്ച് കടന്നു വന്നത്. മാർച്ച് ബാനർ തള്ളി ഇടാൻ പലതവണ കുട്ടികൾ ശ്രമിച്ചെങ്കിലും പിന്നീട് അവരവിടെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ജനാധിപത്യപരമായി മാത്രമേ ഇതിനെ നേരിടൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആർസോ പറയുന്നു. അതിനനുസരിച്ച് തന്നെയാണ് വിദ്യാർത്ഥികൾ പെരുമാറുന്നത്. ചാൻസലർ ഗോ ബാക്ക് എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കറുത്ത ബലൂണുകളുമായാണ് അവർ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കറുത്ത ബാഡ്ജുകളും കറുത്ത കൊടികളുമായാണ് അവർ എത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് സർവകലാശാല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഷില, കറുത്ത ബലൂണുകൾ ഉയർത്തിക്കൊണ്ട് എസ്എഫ്ഐ പ്രവർത്തകർ കൂട്ടമായി അവിടെ നിന്ന് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി 3 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്. ഗവർണർ അല്പസമയത്തിനകം തന്നെ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ അതിന് അനുവദിക്കില്ല, മുൻപോട്ട് പോകാൻ സാധ്യമാകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എസ്എഫ്ഐ പ്രതിഷേധിക്കുകയാണല്ലോ അവിടെ. എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാനർ ഇപ്പോൾ ഈ ഒരു ബാരിക്കേഡിന് പുറത്ത് കെട്ടിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 3 മണിയോടുകൂടി ഗവർണർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള വിവരമായിരുന്നു നമുക്ക് ലഭിച്ചത്. എന്നാൽ ഇതുവരെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഏകദേശം 4 മണിക്കാണ് ഈ ഒരു സെമിനാർ നടക്കുക. ആ സെമിനാർ ഹാളിലേക്ക് പുറത്തേക്ക് നടന്നുകൊണ്ടത് ഗസ്റ്റ് ഹൗസിന് പുറത്തേക്ക് വന്നുകൊണ്ട് എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡിനകത്ത് അകത്തേക്ക് കയറിയിരിക്കുന്നു. അകത്തേക്ക് കയറുന്ന രംഗങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ, ചാൻസലറിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം കാഴ്ചവെക്കുന്നു എസ്എഫ്ഐയുടെ പ്രവർത്തകർ. ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട്. നേരത്തെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിലൂടെ നടക്കുകയും ഈ പോലീസ് സുരക്ഷയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ മൂവ് ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ എസ്എഫ്ഐ അവരുടെ നിലപാടിൽ ഉറച്ചുകൊണ്ട് പ്രതിഷേധവുമായി മുൻപോട്ട് പോകുന്നു. നിറയെ വിദ്യാർത്ഥികൾ, പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കറുത്ത ബലൂണുകൾ ഉയർത്തി, ബാനറുകൾ ഉയർത്തി ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ട്. ഗസ്റ്റ് ഹൗസിന് മുൻപിലേക്ക് ആണിപ്പോൾ പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിനുള്ളിലാണ് ഗവർണർ ഉള്ളത്. ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്ന ഒരു സൂചന വരുന്നു. പരിപാടി 4 മണിയോടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറക്കില്ല എന്ന നിശ്ചയത്തോട് തന്നെ എസ്എഫ്ഐ പ്രവർത്തകർ അവിടെ ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്നുമുണ്ട്. ജോഷില, തുടരാം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളടക്കം കറുത്ത തുണിയുമായി അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഗവർണർ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. ഈ ഒരു സമയത്താണ് കുട്ടികളെല്ലാം തന്നെ, പെൺകുട്ടികളടക്കമുള്ള എസ്എഫ്ഐയുടെ വിദ്യാർത്ഥി നേതാക്കൾ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനാധിപത്യപരമായി മാത്രമാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് വാഹനങ്ങൾ ഇവിടെ നേരത്തെ തന്നെ സംഭരിച്ചിരുന്നു. അവരെ എല്ലാം തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ബാരിക്കേഡിന്റെ പുറത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടി ഉണ്ട്. വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധം